മോട്ടോഴ്സിന്റെ ഡീമേർജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമേർജർ നടക്കുമ്പോൾ അതേ രണ്ട് വിഭാഗമായിട്ടാണ് തിരിക്കുന്നത്. വൺ ഇസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ആൻഡ് വൺ ഇസ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ്. അപ്പൊ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുക? ഇതിൽ ഷെയർ സ്പ്ലിറ്റ് സംഭവിക്കും. പക്ഷെ ഷെയർ സ്പ്ലിറ്റ് സംഭവിക്കുമെങ്കിലും നമ്മൾ ഏത് ഷെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെക്ടറിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം എന്താണ്? പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിലാണ് ഈ ജാഗ്വാർ മുതലായിട്ടുള്ള ലക്ഷറിയസ് വെഹിക്കിൾ ഉൾപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ നമുക്കറിയാം ഒരുപാട് എന്താ പറയാ കണക്ഷൻ ഇഷ്യൂസ്, നെറ്റ്വർക്ക് ഇഷ്യൂസ്, അങ്ങനെ പല രീതിയിലുമുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം സെപ്റ്റംബറിൽ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അതുപോലെ പല ടെക്നിക്കൽ സ്ലാഗ് ഉണ്ട്. അതിന്റെ സെയിൽസും കുറവ് തന്നെയാണ്. ജാഗ്വാറിന് അധികം അങ്ങോട്ട് എന്താ പറയുക ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കൂടുതലാണ്. ആ ഒരു സെക്ടറിൽ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് CV സെക്ടറിനാണ്. അപ്പോൾ മറ്റേ ഭാഗം നമുക്ക് വേണമെങ്കിൽ സെൽ ഓഫ് ചെയ്തിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്.